ഗെയ്സ് നമുക്കിന്ന് ഇതുപോലെ ടേബിൾ ഡെക്കോറായിട്ടും വാൾ ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. ഭയങ്കര സിമ്പിളാണ്. നോക്കി ഒരു തരത്തിൽ ശരിയാവണില്ല എന്നാണ് കണ്ടത്. പിന്നെ അവസാനം വേറൊന്നും നോക്കിയില്ല, പേപ്പർ നേരെ വച്ചങ്ങ് ചുരുട്ടിയെടുത്തു. എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളിങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, കാരണം കോണോട് കോണ് മടക്കുന്നതാണ് എപ്പോഴും കാണാൻ ഭംഗി. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതിലൊക്കെ അല്ലാതെയാണ് മടക്കിയെടുത്തത് സ്റ്റെം, പക്ഷെ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്നിട്ട് നമ്മളതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് ഈ കുറച്ച് ഭാഗം ഇങ്ങനെ താഴോട്ട് വയ്ക്കണം. കാരണം ഗ്ലൂ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ നല്ലതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക, പൂ അതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോഴേക്കും നമ്മുടെ സ്റ്റെമ്മിൻ്റെ പരിപാടിയും കഴിയുന്നൊക്കെ എത്ര സിമ്പിളാണല്ലേ. നമ്മളിതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കാണാനും ഒരു ഭംഗിയാണ്, നമുക്ക് സമയവും പോകും. എനിക്കിപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ലീഫാണ്. അതിനായിട്ട് നമുക്ക് 2 തരത്തിൽ ലീഫ് ഉണ്ടാക്കാം. ഒന്നുകിൽ ഇതുപോലൊരു പേപ്പർ മടക്കിയെടുത്ത് നമ്മുടെ ആവശ്യമുള്ള വീതിക്ക് മടക്കിയെടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിന് തന്നെ ഇങ്ങനെ വരച്ച് വെട്ടിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും ഞാൻ കാണിക്കുകയാണ്. ഒന്ന് ഞാൻ അല്ലാണ്ട് തന്നെ ലീഫിൻ്റെ രീതിക്ക് വരച്ചെടുത്തിട്ടാണ് ചെയ്തത്. ഇത് സാധാരണ പോലെ വരച്ചെടുത്ത് എന്നിട്ട് ഞാൻ അത് വെട്ടിയെടുത്തു.
നമ്മളുണ്ടാക്കുന്നത് റോസാപ്പൂ ആയതുകൊണ്ട് തന്നെ റോസാപ്പൂവിൻ്റെ ഇലയിലേക്ക് ഒരു മുള്ള് പോലെ ഇല്ലേ ഒരു സൈഡിൽ. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സൈഡിൽ ചെറുതായിട്ട് ഇതുപോലെ ഓരോരോ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ആൾക്കാരെ പറ്റിക്കാനുള്ളതായില്ലേ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ മുള്ളുള്ള പോലെ തന്നെ ഇരിക്കത്തില്ലേ. സാധാരണ മറ്റേതെങ്കിലും പൂവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം വെട്ടിയെടുത്ത പോലത്തെ ലീഫ് ഉണ്ടാക്കിയാലും മതി. പിന്നെ ഇതിന് കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്തൊന്ന് മടക്കി കൊടുക്കുക. അതങ്ങനെ മടക്കി നൂത്ത് കഴിയുമ്പോൾ ആ റോസാപ്പൂവിലൊക്കെ ഉള്ള നടുക്കൂടെയുള്ള കുഞ്ഞു കുഞ്ഞു വരകളില്ലേ, അങ്ങനെ കിട്ടിയതുപോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. ദേ കണ്ടില്ലേ, ഇത്രയുള്ള പരിപാടി. ഇതിപ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു റോസാപ്പൂവിൻ്റെ ഇലയിലാന്ന് ആരെങ്കിലും പറയുമോ? അറിയാവുന്നവരൊക്കെ പറയും. എന്നാലും നമ്മളങ്ങനെ പറയാൻ പാടില്ലല്ലോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എത്ര ഇലയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇലകൾ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 2 ഇലയെ വയ്ക്കുന്നുള്ളൂ, കാരണം ഞാൻ വയ്ക്കുന്ന പോട്ട് അതങ്ങനത്തെ പോട്ടാണ്. ഇത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മളൊരു സൂപ്പർ ഫ്ലവർ ഉണ്ടാക്കിയെടുത്തില്ലേ. ഇതുപോലെ നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ അത്രയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. കാണാൻ അടിപൊളിയാണ്. നമുക്ക് ഇത് കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്തുമാത്രം ഭംഗിയുണ്ട് എന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ വാൾ ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ ടേബിൾ ഡെക്കോറായിട്ടോ ഒക്കെ വയ്ക്കാം. നല്ലൊരു പോട്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ടേബിൾ ഡെക്കോറാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചാലും മതി. പക്ഷേ എനിക്ക് നിങ്ങളുടെ ക്ഷമയില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിക്കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.